പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, ഈശോയെ പ്രതി കൊല്ലപ്പെടേണ്ടി വരുമ്പോൾ നീ എന്ത് ചെയ്യും? എന്താണ് ചോദ്യം? ഈശോയെ പ്രതി കൊല്ലപ്പെടേണ്ടി വരുമ്പോൾ നീ എന്ത് ചെയ്യും? നമ്മൾ ഇന്ന് വിശുദ്ധ പോൾ മിക്കിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. പോൾ മിക്കി കുരിശിൽ കെട്ടിത്തൂക്കപ്പെടുകയും കുന്തം കൊണ്ട് കുത്തിയാണ് അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്യുന്നത്. ആ കുരിശിൽ കിടക്കുമ്പോൾ അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുകയാണ്, കർത്താവിന് നന്ദി പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് ജപ്പാനിൽ ഏറ്റവും അധികം കത്തോലിക്ക വിശ്വാസികളുള്ളത് അദ്ദേഹം കൊല്ലപ്പെട്ട നാഗസാക്കിയിലാണ്. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അതുപോലെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ശിരശ്ഛേദമാണ്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരണത്തിന് തന്നെ സമർപ്പിച്ചു. ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഒരു മരണമായിരുന്നു. ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 2 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ ദാവീദിനെ കുറിച്ചുള്ള പ്രഭാഷകന്റെ ഓർമ്മകളാണ്. അതിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ സ്തുതിക്കാൻ, ആരാധിക്കാൻ തീക്ഷ്ണത കാണിക്കുകയും ചെയ്ത ദാവീദിന് ലഭിച്ച 3 പ്രത്യേകമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രഭാഷകൻ എടുത്തു പറയുകയാണ്. അതൊന്ന്, ദൈവം അവൻ്റെ പാപങ്ങൾ മോചിച്ചു എന്നതാണ്. അതായത് ദേവാലയത്തിൽ ദൈവത്തെ സ്തുതിച്ച് പ്രഭാതമാകുന്നതിന് മുൻപ് തന്നെ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ അവൻ ഗായകരെ നിയോഗിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നതിൽ, ആരാധിക്കുന്നതിൽ തീക്ഷ്ണത കാണിച്ചു. അപ്പോൾ വചനം പറയുകയാണ്, ദൈവം അതുകൊണ്ട് അവൻ്റെ പാപങ്ങൾ മോചിച്ചു. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ ദൈവം നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നുണ്ട്. രണ്ടാമതായി, അവൻ്റെ ശക്തി വർദ്ധിച്ചു. ശക്തി വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ അത് ഫിസിക്കലാകാം, അത് മെൻ്റലാകാം, സൈക്കോളജിക്കലാകാം. അവൻ്റെ ശക്തി, എല്ലാ മേഖലയിലുമുള്ള അവൻ്റെ ശക്തി, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ആരോഗ്യവും ആയുസ്സും അത് വർദ്ധിച്ചു എന്നാണ്. അപ്പോൾ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും എല്ലാ കാലങ്ങളിലും, ദാവീദിൻ്റെ സങ്കടകാലങ്ങളിലും സന്തോഷകാലങ്ങളിലും എല്ലാം ദൈവത്തെ സ്തുതിച്ചതുകൊണ്ട് അവന് ശക്തി വർദ്ധിച്ചു. അവൻ്റെ ശക്തി വർദ്ധിച്ചു. മൂന്നാമതായി പറയുകയാണ്, അവൻ്റെ രാജ്യത്വം ദൈവം സ്ഥാപിച്ചു, അവന് സമൃദ്ധിയുണ്ടായി. അപ്പോൾ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്നവരുടെ പാപങ്ങൾ മോചിക്കപ്പെടും. കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നതിൽ തീക്ഷ്ണത കാണിക്കുന്നവരുടെ ശക്തി വർദ്ധിക്കും, അവരുടെ ആയുസ് വർദ്ധിക്കും, സമൃദ്ധി ഉണ്ടാകും. നമുക്ക് കണ്ണുകളടക്കാം, കരങ്ങൾ കൂപ്പി സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കർത്താവിനെ സ്തുതിച്ച് കൂടുതലായി ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നതിനുള്ള സാഹചര്യങ്ങളാക്കി നമ്മൾ രൂപാന്തരപ്പെടുത്തുമ്പോൾ അത് നമുക്ക് വലിയ ലാഭമായി മാറും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ, സങ്കടങ്ങളിൽ കർത്താവിനെ മറന്നുപോയ സമയങ്ങളെ ഓർത്ത് നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും കർത്താവിലേക്ക് തിരിയാതെ പോയ സമയങ്ങളെ ഓർത്ത്, ദൈവത്തിൽ നിന്ന് അകന്നുപോയി ജീവിച്ച സമയങ്ങളെയൊക്കെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കുമ്പോൾ നമ്മളുടെ പാപങ്ങളെ പ്രതി നിന്ദിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട, മുറിവേൽപ്പിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ,
ഈശോയേ 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.